ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ പാഠമായ താപം നിത്യജീവിതത്തിൽ എന്ന പാഠത്തിലെ എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ് താപപ്രേഷണം നടക്കുന്നത് വരെയാണ് നോക്കിയത്. ഈ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി താപപ്രേഷണം ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്നത് എന്താണ്, ചാലനം എന്നാണ് പറയാന്ന്. ഇനി വാതകങ്ങളിലും ദ്രാവകങ്ങളിലും എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഇവിടെ എന്താണ് ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരീക്ഷണത്തിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അടപ്പുള്ള സുതാര്യമായ പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലർ, മേസൺ പൈപ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചൂടുവെള്ളം, തണുത്ത വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ പരീക്ഷണം നടത്താൻ വേണ്ടത്. ഇനി പരീക്ഷണം എങ്ങനെ നോക്കാം. പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഓരോ ദ്വാരത്തിലും 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക. പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം എടുക്കുക. അതിലൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചേർക്കുക. പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരം ഉണ്ടാക്കുക. എന്നിട്ട് ആ ദ്വാരത്തിലേക്ക് എന്താണ് മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കാം. അതിനുശേഷം ഗ്ലാസ് ടംബ്ലർ എടുക്കാൻ പറഞ്ഞിട്ട് അതിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ തരികൾ ചേർക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റിനൊരു വയലറ്റ് കളറാണ് ഉള്ളത്. അപ്പോൾ അത് വെള്ളത്തിൽ ചേർത്താലും അപ്പോൾ ആ വെള്ളത്തിനൊരു വയലറ്റ് കളറായിരിക്കും. അതിനുശേഷം പ്ലാസ്റ്റിക് ജാറിൽ തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ആ അടപ്പ് മേസൺ പൈപ്പ് ഉറപ്പിച്ചിട്ടുള്ള ആ അടപ്പ് എന്താണ് ഈ ജാറിൻ്റെ മുകളിൽ ഇടുക. അതിനുശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസ് ടംബ്ലറിന് മുകളിൽ ഈ പ്ലാസ്റ്റിക് ജാർ കമഴ്ത്തി വെക്കുക. ചിത്രത്തിൽ കാണിച്ചതുപോലെ. നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നിരീക്ഷണമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? സ്കൂളിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കാണാൻ പറ്റുക? മേസൺ പൈപ്പിലൂടെ 2 പൈപ്പുണ്ട്. അപ്പോൾ ഒരു പൈപ്പിലൂടെ എന്താണ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ആ വയലറ്റ് കളറിലതാണ് ചൂടുവെള്ളം. അപ്പോൾ ആ ചൂടുവെള്ളം എന്താണ് മുകളിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ എന്താണ് മുകളിലുള്ള തണുത്ത വെള്ളം മറ്റേ മേസൺ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുക. അങ്ങനെയാണ് പരീക്ഷണം ചെയ്ത് നിങ്ങൾക്ക് നിരീക്ഷണം കാണാൻ പറ്റുക. മുകളിലെ പ്ലാസ്റ്റിക് ജാറിലെ വെള്ളം താഴേക്ക് ഒഴുകുന്നുണ്ടോ? ഉണ്ട്. ഗ്ലാസ് ടംബ്ലറിലെ നിറമുള്ള ചൂടുവെള്ളം മുകളിലേക്ക് പ്രവഹിക്കുന്നത് കാണുന്നുണ്ടോ? ഉണ്ട്. മുകളിലെ ജാറിലെ വെള്ളം ഒരു പൈപ്പിലൂടെ താഴേക്ക് ഒഴുകാനും താഴെയുള്ള ഗ്ലാസ്സിലെ വെള്ളം മറ്റേ പൈപ്പിലൂടെ മുകളിലേക്ക് പ്രവഹിക്കാനും എന്തായിരിക്കും കാരണം? ഇവിടെ ഈ 2 വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ചൂടുണ്ട്, ഒന്നിന് ചൂടില്ല. അപ്പം എന്താ താപനിലയിലുള്ള വ്യത്യാസം. അപ്പം അതുകൊണ്ടാണ് ഒന്ന് മുകളിലേക്ക് പ്രവഹിക്കാനും മറ്റേത് താഴേക്ക് പ്രവഹിക്കാനും കാരണം. ഇനി ഒരു മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുന്നു. ഇത് ചൂട് പിടിച്ച് വീണ്ടും മുകളിലേക്ക് ഉയരുന്നു. ഇങ്ങനെ താപം ദ്രാവകത്തിൻ്റെ എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു. അപ്പോൾ ചൂടുവെള്ളം ഒരു മേസൺ പൈപ്പിലൂടെ മുകളിലേക്ക് ഒഴുകുമ്പോൾ മുകളിലുള്ള തണുത്ത വെള്ളം മറ്റേ മേസൺ പൈപ്പിലൂടെ താഴേക്ക് എത്തും. എന്നിട്ട് താഴേക്ക് എത്തിയിട്ട് അത് വീണ്ടും ചൂടായിട്ട് മേസൺ പൈപ്പിലൂടെ മുകളിലേക്ക് വന്നു. ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്താണ് എല്ലായിടത്തും താപം വ്യാപിക്കും. ഈ പരീക്ഷണത്തിൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ്. തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജ്ജം കൈമാറുന്നു. ദ്രാവകങ്ങളിലെല്ലാം താപപ്രേഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണെന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് വാതകങ്ങളിലെ താപപ്രേഷണം. അതും ഒരു പരീക്ഷണത്തിലൂടെയാണ് നോക്കുന്നത്. ആദ്യം ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാം എന്ന് പരിചയപ്പെടാം. 5 സെൻറ്റിമീറ്റർ വണ്ണവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള PVC പൈപ്പ്, ചന്ദനത്തിരി, തീപ്പെട്ടി, മെഴുകുതിരി. പരീക്ഷണം നോക്കാം. PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണമുള്ളൊരു ദ്വാരം ഉണ്ടാക്കുക. മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കുക. PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ചിത്രത്തിൽ കാണുന്നതുപോലെ പൈപ്പ് ക്രമീകരിക്കുക. പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് വരണം. ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കൂ. കത്തിച്ച ചന്ദനത്തിരി പൈപ്പിൻ്റെ ദ്വാരത്തിന് സമീപത്തായി കൊണ്ടുവരൂ. പുകയുടെ പ്രവാഹത്തിൻ്റെ ദിശ നിരീക്ഷിച്ച് എന്ത് മാറ്റമാണ് കാണുന്നത്? അപ്പോൾ പരീക്ഷണം എന്താണ്? ഒരു PVC പൈപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായി ദ്വാരം ഇടുക. അതിനെ മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിട്ടുള്ള മെഴുകുതിരിയുടെ മുകളിലായിട്ട് വെക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് കാണിക്കുക. അപ്പം എന്താണ് നിരീക്ഷിക്കുന്നത്? അതായത് PVC പൈപ്പിന് ഉള്ളിലുള്ള ചൂട് പിടിച്ച വായു എന്താണ് മുകളിലേക്ക് ഉയരും. അപ്പോൾ ആ ഭാഗത്തേക്ക് ആ ദ്വാരത്തിലൂടെ എന്താണ് പുറത്ത് നിന്ന് തണുത്ത വായു വരും. ആ വായുവിനോടൊപ്പം എന്താണ് ചന്ദനത്തിരിയുടെ
പുകയും അകത്ത് കിടക്കും. ഇങ്ങനെ അകത്ത് കടന്ന വായുവും ചൂട് പിടിച്ചെന്താണ് മുകളിലേക്ക് ഉയരും. അപ്പം ദ്രാവകത്തിൽ നടന്നതുപോലെ തന്നെയാണ് ഇവിടെ വാതകത്തിലും നടക്കുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെട്ടത്. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം വ്യാപിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്മാത്രകളുടെ ചലനം മൂലമാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപപ്രേഷണം നടക്കുന്നത്. ഇങ്ങനെ താപപ്രേഷണം നടക്കുന്നതിനൊരു പേര് പറയും, അതാണ് സംവഹനം. ഇനി നമുക്ക് സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സംവഹനം എന്ന് പറഞ്ഞാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. ചാലനത്തിനും സംവഹനത്തിനും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്കെന്താണ്? അപ്പോൾ ചാലനത്തിലും സംവഹനത്തിലും എന്താണ്? തന്മാത്രകൾ മാധ്യമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുമോ? അപ്പോൾ ഇനി അതാണ് നോക്കുന്നത്. മാധ്യമമൊന്നും ഇല്ലാതെ ഇങ്ങനെ താപത്തെ പ്രേഷണം ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഭൂമിക്ക് താപം ലഭിക്കുന്നത് മുഖ്യമായും സൂര്യനിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യസ്ഥലം ഉണ്ടെന്നും നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ചാലനം മൂലമോ സംവഹനം മൂലമോ ചൂട് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്തുമോ? ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല. അതുകൊണ്ട് ചാലനം മുഖേനയോ സംവഹനം മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. എന്നാലും സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ എത്തുന്നത് ചാലനം വഴിയോ സംവഹനം വഴിയോ അല്ല. കാരണം ചാലനത്തിനും സംവഹനത്തിനും എന്താണ്? ഒരു മാധ്യമം വേണം. അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് എന്താ? മാധ്യമം ഇല്ലാത്തതുകൊണ്ട് അതുവഴിയല്ല എത്തുന്നത്. അപ്പോൾ മാധ്യമം ഇല്ലാതെ ഇങ്ങനെ സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത്, അതിന് പറയുന്ന പേരാണ് വികിരണം. അപ്പോൾ വികിരണത്തിൻ്റെ ഡെഫിനിഷൻ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളേക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിക്കും. വികിരണം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ എഴുതും. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെൻ്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നു. അതുപോലെ നമ്മൾ അടുപ്പിൻ്റെ കഴുത്ത് നോക്കുമ്പോൾ നമുക്ക് ചൂടനുഭവപ്പെടും. അപ്പോൾ ഇതൊക്കെ എന്താണ്? വികിരണം വഴിയാണ്. വികിരണം എന്ന് പറഞ്ഞാൽ മാധ്യമം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. വീടുകളിൽ പാകം ചെയ്ത ആഹാര പദാർത്ഥങ്ങളുടെ ചൂട് അധിക നേരം നിലനിർത്താൻ വിവിധ മാർഗങ്ങൾ അവലംബിക്കാറില്ലേ? താപനഷ്ടം കുറക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഉപകരണങ്ങളാണെന്ന്? കേസറോള്, ഫ്ലാസ്ക്, റൈസ് കുക്കർ. പിന്നെ അതുകൂടാതെ വേറെ 2 ഉപകരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അവിടെ വിവരണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറപ്പെട്ടി. ചൂടാറപ്പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറക്കാം. ചൂടാറപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാമല്ലോ. ഇത് കുചാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. ചൂടാറപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുന്നു. ഇനി ചൂടാറപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ചർച്ച ചെയ്യൂ. അപ്പോൾ താപനഷ്ടം ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ചൂടാറപ്പെട്ടിയിൽ എന്താ? തെർമോക്കോൾ ഉണ്ട്. അപ്പോൾ അത് കുചാലകമായതുകൊണ്ട് ചാലനം വഴിയുള്ള താപനഷ്ടം കുറയും. അതുപോലെ തന്നെ അത് അടച്ചു വെക്കുന്നതുകൊണ്ട് സംവഹനം വഴിയുള്ള താപനഷ്ടം കുറയും. ഇനി അടുത്ത ഉപകരണമാണ് ഐസ് പെട്ടി. പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ഐസ് വളരെ വേഗം ഉരുകാതെ സൂക്ഷിക്കാൻ ഐസ് പെട്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഐസ് പെട്ടി ഉപയോഗിക്കുന്നത് ഐസ് വളരെ വേഗം ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് പെട്ടി ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഐസ് പെട്ടി നിർമ്മിച്ചാലോ? ഇനി ഇവിടെ ഐസ് പെട്ടി എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ നിർമ്മിച്ചാൽ മതി. അടുത്ത ടോപ്പിക്ക് ഖരവസ്തുക്കളുടെ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുമോ? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പോൾ ചൂട് കിട്ടുമ്പോൾ ഖരപദാർത്ഥങ്ങൾ വികസിക്കുമോ എന്നുള്ളത് ഒരു പരീക്ഷണത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ: ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം തകിടുകൾ, മെഴുകുതിരി, തീപ്പെട്ടി. ചിത്രത്തിൽ കാണുന്നത് പോലെ ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലുമിനിയം തകിടുകൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യുത സർക്യൂട്ട് ഒരു ബോർഡിൽ ക്രമീകരിക്കുക. അപ്പം ബാറ്ററിയും ബൾബും കണക്റ്റിംഗ് വയറും 2 അലുമിനിയം തകിട് ഉപയോഗിച്ചിട്ട് എന്താണ്? ഒരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്.
ഒരു വൈദ്യുത സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്. ഇനി ആ സർക്യൂട്ടിലെ അലുമിനിയം തകിടുകൾ എന്താണ് പരസ്പരം തൊടാത്ത രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് അലുമിനിയം തകിടുകൾ ചൂടാക്കുക. അപ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത്? അതാണ് പരീക്ഷണം. അപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സർക്യൂട്ടിലുള്ള ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ബൾബ് പ്രകാശിച്ചിട്ടുണ്ടാവുക? നമ്മൾ മെഴുകുതിരി ഉപയോഗിച്ച് ഈ അലുമിനിയം തകിടുകളെ ചൂടാക്കുമ്പോൾ ആ രണ്ട് അലുമിനിയം തകിടുകളും തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് ആ ഒരു ബൾബ് കത്തിയത്. ഇനി മെഴുകുതിരി മാറ്റി നിരീക്ഷിക്കൂ. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിന് എന്താണ് സംഭവിച്ചത്? ആ ബൾബ് അണഞ്ഞിട്ടുണ്ടായിരിക്കും. മെഴുകുതിരി മാറ്റിയപ്പം എന്താണ് അവിടുത്തെ താപം അലുമിനിയം തകിടിൻ്റെ താപം നഷ്ടപ്പെട്ടു. അപ്പം അത് സങ്കോചിച്ചു, അങ്ങനെ സർക്യൂട്ട് വിച്ഛേദിച്ചു. അതുകൊണ്ടാണ് ബൾബ് അണഞ്ഞത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങളെത്തിയ നിഗമനം എന്താണ്? താപം ലഭിക്കുമ്പോൾ അലുമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട് പൂർത്തിയായി, ബൾബ് പ്രകാശിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾ സങ്കോചിക്കുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാലാണ് ബൾബ് അണഞ്ഞത്. അപ്പോൾ ഈ പരീക്ഷണം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഈ ഒരു പരീക്ഷണം ചെമ്പ്, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? താപം ലഭിക്കുമ്പോൾ എന്താണ് ഖരവസ്തുക്കൾ വികസിക്കുന്നു, അവ തണുക്കുമ്പോൾ എന്താണ് സങ്കോചിക്കുന്നു. അതാണ് ഇതാണ് ഖരവസ്തുക്കളിലെ താപീയ വികാസം. ഇനി നിത്യജീവിതത്തിൽ ഖരവസ്തുക്കളിലെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? അത് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്നതിനുള്ള കമ്പികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതിനുള്ള കാരണം താപീയ വികാസമാണ്. അതായത് ചൂട് കൂടുമ്പോൾ എന്താണ് കമ്പികൾ വികസിക്കും, അതുകൊണ്ടാണ് ഇത് അയഞ്ഞതായിട്ട് തോന്നുന്നത്. ഇത് താഴെ 2 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സന്ദർഭം, മുറുകിയുറച്ചു പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു. അപ്പം അങ്ങനെ മുറുകിയിട്ടുള്ള പെൻ ക്യാപ്പ് എന്താണ് ഊരാൻ വേണ്ടി ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനുള്ള കാരണം എന്താ? ചൂടാക്കാനുള്ള കാരണം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പെൻ ക്യാപ്പ് വികസിക്കും, അതിനത് അയ്യോ അപ്പോൾ പെട്ടെന്ന് ഊരിയെടുക്കാം. ഇനി മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു. അതും ഇതേ കാരണം തന്നെയാണ്. അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അയയും, അത് വികസിക്കും, അങ്ങനെ ഈസി ആയിട്ട് അത് തുറക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഖരവസ്തുക്കളുടെ താപീയ വികാസത്തിനെ കുറിച്ച് മനസ്സിലാവും. ഇനി അടുത്തത്, താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുമോ? അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണത്തിലൂടെയാണ് അത് നോക്കുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചക്ഷൻ കുപ്പിക്ക് ചേരുന്ന റബ്ബർ കോർക്ക്, മഷി തീർന്ന റീഫിൽ കുഴൽ, പാത്രം, ചൂടുവെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സാധാരണ താപനിലയുള്ള വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി പരീക്ഷണം എന്താണെന്ന് നോക്കാം. ഇഞ്ചക്ഷൻ കുപ്പിയിൽ ജലം നിറച്ച് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരമുണ്ടാക്കുക, അതിൽ റീഫിൽ കുഴൽ ഉറപ്പിക്കുക. എന്നിട്ട് ഇഞ്ചക്ഷൻ കുപ്പി ആ കോർക്ക് ഉപയോഗിച്ചിട്ട് അടക്കുക. ഇനി റീഫിലെ ജലവിധാനം നൂല് കെട്ടി അടയാളപ്പെടുത്തുക. ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വെക്കുക. എന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജലത്തിന് താപം ലഭിച്ചപ്പോൾ അത് വികസിക്കുന്നത് കൊണ്ടല്ലേ ഈ മാറ്റം ഉണ്ടായത്. അതായത് ആ റീഫിലൂടെ എന്താണ് ജലനിരപ്പ് ഉയർന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അതിനുള്ള കാരണം ആ ചൂടുവെള്ളത്തിൽ നിന്നുള്ള താപം എന്താണ് അതിന് ലഭിച്ചു, അങ്ങനെ അത് വികസിച്ചു. അതുകൊണ്ടാണ് ആ റീഫിലൂടെ ആ നിറമുള്ള വെള്ളം മുകളിലേക്ക് പൊന്തിയത്. ഇഞ്ചക്ഷൻ കുപ്പിയിലെ ജലം തണുത്താൽ ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിൽ എത്തുമോ? നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനം എന്താണ്? അതായത് കുപ്പിയിലെ ജലം വികസിക്കുകയും അത് റീഫില്ലിൽ തള്ളിക്കയറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ജലവിധാനം ഉയർന്നത്. തണുക്കുമ്പോൾ ജലം സങ്കോചിക്കുന്നു, അതിനാലാണ് ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിലായത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുകയും അത് തണുക്കുമ്പോൾ എന്താണ് സങ്കോചിക്കുകയും ചെയ്യുമെന്ന് പറയാം. അപ്പം ദ്രാവകങ്ങളിലെ താപീയ വികാസം: ദ്രാവകങ്ങൾ ചൂടാകുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദ്രാവകങ്ങളിലെ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾക്കും ദ്രാവകങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണോ വാതകങ്ങൾക്കും ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മളതൊരു പരീക്ഷണത്തിലൂടെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ പരിചയപ്പെടാം. അലുമിനിയം വിളക്ക്, പ്ലാസ്റ്റിക് ട്യൂബ്, ബോർഡ്, നിറമുള്ള ജലം, ചൂടുള്ള ജലം, തണുത്ത ജലം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്.
അലുമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിക്കുക. ട്യൂബിൻ്റെ മറ്റേ ഭാഗം യു ആകൃതിയിൽ ഒരു ബോർഡിൽ ഉറപ്പിക്കുക. പ്ലാസ്റ്റിക് ട്യൂബിൽ 2-3 തുള്ളി നിറമുള്ള ജലമൊഴിക്കുക. അപ്പോൾ എന്താണ് പരീക്ഷണം? ഒരു അലുമിനിയം വിളക്കെടുത്ത് അതിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിക്കുക. അത് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗം യു ഷേപ്പിൽ ഒരു ബോർഡിൽ ഒട്ടിക്കാം. എന്നിട്ട് ആ ട്യൂബിലേക്ക് 1-2 തുള്ളി നിറമുള്ള ജലം ഒഴിക്കുക. എന്നിട്ട് അലുമിനിയം വിളക്ക് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കൂ. എന്താണ് സംഭവിക്കുക? കാരണം എന്താണ്? അപ്പോൾ ഈ അലുമിനിയം വിളക്ക് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ആ ട്യൂബിലേക്ക് ഒഴിച്ചിട്ടുള്ള നിറമുള്ള ജലം നീങ്ങി മുകളിലേക്ക് പോകുന്നതായിട്ട് കാണും. ഇനി അലുമിനിയം വിളക്ക് തണുത്ത ജലത്തിൽ ഇറക്കി വെക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? തണുത്ത ജലത്തിലേക്ക് ഇറക്കി വെച്ചാൽ ആ ജലത്തുള്ളി പിറകിലേക്ക് നീങ്ങും. അപ്പോൾ അലുമിനിയം വിളക്ക് ചൂടാക്കുമ്പോൾ അതിനുള്ളിലെ വായുവും ചൂടാകില്ലേ? ചൂടായ വായു വികസിക്കുന്നത് കൊണ്ടാണ് ട്യൂബിലെ നിറമുള്ള ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നത്. എങ്കിൽ തണുക്കുമ്പോൾ വാതകങ്ങൾക്ക് എന്ത് സംഭവിക്കും? അലുമിനിയം വിളക്ക് തണുക്കുമ്പോൾ വായു സങ്കോചിക്കുന്നതിനാൽ നിറമുള്ള ജലത്തുള്ളി ട്യൂബിലൂടെ പിന്നിലേക്ക് നീങ്ങി പൂർവ്വസ്ഥിതിയിലെത്തുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? വാതകങ്ങളും ചൂടാക്കുമ്പോൾ വികസിക്കുകയും അതുപോലെ തന്നെ തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. വാതകങ്ങളിലെ താപീയ വികാസം. ചൂടാകുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് താപനില. നീളം, വീതി, ഉയരം, പരപ്പളവ്, വ്യാപ്തം തുടങ്ങിയവയുടെ അളവ് പറയാൻ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ താപത്തിൻ്റെ അളവ് സൂചിപ്പിക്കാനും യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. അപ്പോൾ താപനിലയുടെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. പനി വരുമ്പോൾ ശരീരത്തിൻ്റെ താപനിലയ്ക്ക് എന്ത് സംഭവിക്കും? ശരീര താപനില കൂടും. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് നിങ്ങളുടെ ശരീര താപനില പരിശോധിച്ചിട്ടില്ലേ? ഏത് ഉപകരണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്? അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലുള്ള ഉപകരണമാണ് പനി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അപ്പോൾ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിലേക്ക് മാറ്റിയാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഇനി ഇതുപോലെ വേറൊരു തെർമോമീറ്റർ ഉണ്ട്. അതാണ് ലബോറട്ടറി തെർമോമീറ്റർ. ലബോറട്ടറിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ബീക്കറിൽ വെള്ളം ചൂടാക്കൂ. തെർമോമീറ്റർ ഉപയോഗിച്ച് ഓരോ 5 മിനിറ്റിലും വരുന്ന താപനില പട്ടികയിൽ രേഖപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലെ ബാക്കിയുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ വിലയിരുത്താം എന്ന പ്രവർത്തനവും മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.